ഹായ്, ഹിസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈഫ് ഹാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് ലണ്ടൻ സ്പെഷ്യാലിറ്റീസ്, ലണ്ടൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെയും UK യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെയും തലസ്ഥാനമാണ് ലണ്ടൻ എന്നത്. ഗ്രേറ്റ് ലണ്ടൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ നഗരവും അതോടൊപ്പം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരവും യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരവുമാണ് ലണ്ടൻ എന്നത്. അതോടൊപ്പം ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ നഗരമാണ്, സാമ്പത്തിക കേന്ദ്രമാണ് ലണ്ടന്. അങ്ങനെ നിരവധി പ്രത്യേകതകളുണ്ട്. ഒരു ആഗോള നഗരമാണ്, മെഗാ സിറ്റിയാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങളും നിരവധി പ്രത്യേകതകളുമുള്ള ഒരു നഗരമാണ് ലണ്ടൻ നഗരം എന്നത്. ഇത് തെംസ് നദിയുടെ നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ തെംസ് നദിക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ലണ്ടൻ സന്ദർശിക്കുന്നവർക്ക് തെംസ് നദി നൽകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത്ര മനോഹരമായ ഒരു നദിയും അതോടൊപ്പം ആ നഗരത്തിലൂടെ ഒഴുകുന്ന മനോഹരമായ ആ തെംസ് നദിയുമൊക്കെ നിരവധി ടൂറിസ്റ്റുകളെയാണ് ലണ്ടനിലേക്ക് ആകർഷിക്കുന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ലണ്ടൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 8,81,673 ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ലണ്ടൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1,572 കിലോമീറ്റർ സ്ക്വയറാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ്, ആഗോള സിറ്റിയാണ്, അതോടൊപ്പം മെഗാ സിറ്റിയാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങൾ ഉള്ള ഈ ഒരു നഗരം എന്ന് പറയുന്നത് ലോകത്തെ വിദ്യാഭ്യാസം, കല, സാംസ്കാരികം, വാണിജ്യം അങ്ങനെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ലണ്ടൻ എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണ്. ഗ്രേറ്റ് ലണ്ടൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ലണ്ടൻ്റെ ചരിത്രം നോക്കുമ്പോൾ BC കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മനുഷ്യവാസമുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് തെംസ് നദിയുടെ തെക്കേക്കരയിൽ നിന്നും കണ്ടെത്തിയ ചില തടിയുടെ ഘടന അവശിഷ്ടങ്ങളൊക്കെ അത് BC കാലഘട്ടത്തിലുള്ളതായിട്ടാണ് ചരിത്രകാരന്മാർ അല്ലെങ്കിൽ ആ സയൻറ്റിസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ആ ഒരു ഇത് കണ്ടെത്തിയിരിക്കുന്ന ഏകദേശം BC 4800-4500 കാലഘട്ടത്തിലെ ആ ഒരു ഘടനകളും പരിപാടികളൊക്കെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മനുഷ്യവാസം ഉള്ളതായിട്ടും. എന്നാലും റെഗുലറായിട്ടൊരു മനുഷ്യവാസം ഇവിടെ ആരംഭിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് പറയാം. അതായത് റോമാക്കാരാണ് ഈ നഗരം സ്ഥാപിച്ചത്. അതായത് AD 47 റോമാക്കാരാണ് ഇവിടെ സ്ഥിരമായിട്ട് താമസമാക്കിയതും അവരാണ് ഈ ലണ്ടൻ സ്ഥാപിച്ചതും. അന്ന് ഇതിൻ്റെ പേര് ലോണ്ടനിയം എന്നായിരുന്നു. ലോണ്ടനിയമാണ് പിന്നീട് ലണ്ടനായത്. അത് പതിയെ പിന്നെ വളർന്ന് ഒരു 16-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും വളരാൻ തുടങ്ങി. 18-ാം നൂറ്റാണ്ടായപ്പോഴേക്കും അതിശക്തമായി വളരെ വലിയ ഗ്രോത്താണ് ലണ്ടൻ നേടിയെടുത്തത്. ഏകദേശം 10-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായിരുന്നു, ഏറ്റവും വലിയ നഗരമായിരുന്നു ലണ്ടൻ. അതായത് 1831 മുതൽ 1925 വരെ ലോകത്തിലെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് ലണ്ടനായിരുന്നു. അതിനു മുമ്പ് തന്നെ 1666 ഒരു തീപിടുത്തം ഉണ്ടാവുകയും നഗരം നശിക്കുകയും പിന്നീട് പുനർജീവീകരണം നടത്തി അല്ലെങ്കിൽ പിന്നീട് പുനഃക്രമീകരണം നടത്തി നഗരം തിരിച്ചു വന്നതാണ് 1666. പിന്നീട് നിരവധി പകർച്ചവ്യാധികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നഗരത്തെ വേട്ടയാടിയിട്ടുണ്ട്. എന്നാലും പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വരികയായിരുന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടോടുകൂടി ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി മാറുന്നു. പക്ഷേ 1-ാം ലോക മഹായുദ്ധവും 2-ാം ലോക മഹായുദ്ധവുമാണ് ലണ്ടനെ പുറകോട്ടടിച്ചതെന്ന് പറയാം. പിന്നീട് 1950-കൾക്ക് ശേഷം 1970-കൾക്ക് ശേഷം വീണ്ടും റിട്ടേണായി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നായിട്ട് യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായിട്ട് ലണ്ടൻ ഇങ്ങനെ നിലനിൽക്കുകയാണ് എന്ന് പറയാം. 1925 വരെ സാമ്പത്തിക ശക്തി അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായിരുന്നു. അതിനുശേഷമുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ലണ്ടനെ പുറകോട്ടടിച്ചതെന്ന് പറയാം. ബ്രിട്ടൻ്റെ പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ കൊളോണിയൽ കാലഘട്ടത്തിലെ ലോകത്തിലെ പ്രധാന നഗരങ്ങളിൽ ഒന്നായിരുന്നു ലണ്ടൻ എന്നത്. അതിമനോഹരമായ കാലാവസ്ഥയാണ് ഇവിടേക്ക് കൂടുതൽ ആൾക്കാരെയും ആകർഷിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. അതോടൊപ്പം ജീവിക്കാനുള്ള ഒരു സുഖസൗകര്യങ്ങളും ഒരു ചിലവ് അങ്ങനെയെങ്കിലും ഒരു സുഖസൗകര്യങ്ങളൊക്കെ ഒരു എന്താ പറയുക ജീവിത ചെലവ് ജീവിക്കാൻ ആർക്കും ജീവിക്കാൻ പറ്റുന്നൊരു ജീവിത സാഹചര്യമാണ് ലണ്ടനുള്ളത്, പ്രത്യേകിച്ച് കാലാവസ്ഥ എല്ലാം കൊണ്ടും. അതുകൊണ്ടാണ് കൂടുതൽ ആളുകളെ ലണ്ടനിലേക്ക് ആകർഷിക്കുന്ന മറ്റൊരു ഘടകം എന്നത്. അതോടൊപ്പം ഇംഗ്ലണ്ടിലെ ലോകത്തിലെ തന്നെ 4 പൈതൃക സ്ഥലങ്ങളും ഇവിടെയുണ്ട്. അതും മറ്റൊരു പ്രത്യേകതയാണ് ലണ്ടനിൽ. അതോടൊപ്പം ഭൂഗർഭ നദി എഫ്ര നദിയും
ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. എഫ്രൈം നദി തെംസിനോട് ചേരുകയാണ്, പിന്നീട് തെംസ് നദിയോട് ചേരുന്നു. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ലണ്ടന് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട മെഗാ സിറ്റികളിലൊന്ന് ലണ്ടൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.